Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, I'm Shri Marlene. Okay, Bhagwati. Okay, good afternoon. Sachina, Bijini. Okay. Good afternoon, ma'am. Okay, good afternoon. Okay, Vidya. കഴിച്ചോ ഭക്ഷണമൊക്കെ കഴിച്ച എല്ലാവരും ശരി ഓക്കെ ഡെക്സി ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ സുഖാണ് എല്ലാവർക്കും യെസ് മാം ഓക്കെ ഞാൻ കഴിച്ചു പാർവതി എനിക്ക് കഴിച്ചു ഓക്കെ ഷമീറ ശ്രീ ഗുഡ് ആഫ്റ്റർനൂൺ നമുക്ക് തുടങ്ങിയാലോ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എല്ലാവരും റെഡിയാണോ ഓക്കെ കഴിഞ്ഞ ദിവസം അബ്രിവിയേഷൻസ് 234 വരെയാണ് എടുത്തതെന്നാണ് മിസ് പറഞ്ഞത് അല്ലെ 234 വരെയല്ലേ എടുത്തത് PNG അല്ലെ പാരോക്സിമൽ നോക്ടേർണൽ ഡിസ്പീരിയ അല്ലെ ഇവിടെ വരെയാണ് മിസ് പറഞ്ഞു നിർത്തിയത് അല്ലെ ഓക്കെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ നോക്കാം ഓക്കെ ബാക്കിയുള്ളത് കൂടെ നോക്കാം കേട്ടോ എല്ലാവരും പേനയൊക്കെ എടുത്ത് വെക്കാം മാം ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് ഒരേ നമ്പർ ആയിരുന്നു 34 234 രണ്ട് നമ്പർ വരുന്നുണ്ട് അല്ലെ ആ ഓക്കെ ഓക്കെ ഇവിടെ ശരിയാണ് 234 33 ഇല്ല അല്ലെ 32 33 ഇല്ല 34 രണ്ട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ ഓക്കെ അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി 232 കഴിഞ്ഞിട്ട് 33 അവിടെ ലിഫിംഗ് ആണ് കേട്ടോ 33 ആക്കിക്കോളൂ കേട്ടോ PNG ഇല്ലേ പാരോക്സിമൽ നോക്ടേർണൽ ഡിസ്പീരിയ അത് 233 ആണ് കേട്ടോ കാര്യം 234 തൊട്ട് ഇപ്പോഴത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് പേജ് കേട്ടോ 234 PO സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ അവിടെ തൊട്ട് നമുക്ക് ഇത് പറയാം കേട്ടോ ഓക്കെ എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ സ്ക്രീൻ എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ ഓക്കെ അപ്പോ 234 ഓക്കെ സലീന ഗുഡ് ആഫ്റ്റർനൂൺ 234 PO ആണ് കേട്ടോ PO സ്മോൾ ലെറ്റർ ആണ് കേട്ടോ PO എന്താണ് പെർ OS എന്നാണ് കേട്ടോ പെർ OS എന്താണ് ബൈ മൗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെർമിനോളജിയിൽ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ OS എന്താണ് മൗത്ത് എന്നാണ് അപ്പൊ പെർ OS മീൻസ് ബൈ മൗത്ത് എന്നാണ് കേട്ടോ എന്താണ് ബൈ മൗത്ത് ഓക്കെ ദെൻ അടുത്തതാണ് ക്യാപിറ്റൽ PO ക്യാപിറ്റൽ PO എന്താണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് എന്താണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് അഥവാ പോസ്റ്റ് OP എന്നാണ് കേട്ടോ പോസ്റ്റ് ഓപ്പറേറ്റീവ് അഥവാ പോസ്റ്റ് OP ഓക്കെ പോസ്റ്റ് OP അടുത്തതാണ് PO2 അതിൽ ശരിക്കും O എന്നുള്ളത് സ്മോൾ ലെറ്റർ അല്ല കേട്ടോ ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ ഓക്സിജൻ അതിന്റെ O ആണ് അത് ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ ഓക്കെ PO2 ശരിക്കും നേരെ അല്ല കേട്ടോ 2 ശരിക്കും ഒരു സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് വരുന്നത് വലതുവശത്ത് ഇങ്ങനെ താഴെയായിട്ടാണ് 2 വരുന്നത് കേട്ടോ PO2 എന്താണെന്നറിയോ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്നാണ് കേട്ടോ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ നമ്മൾ PCO2 നിങ്ങൾ പഠിച്ചിരുന്നു പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെയുള്ള ഒന്നാണ് PO2 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഓക്കെ അടുത്തത് PRN എന്താണ് പ്രോറിനാറ്റ എന്താണ് പ്രോറിനാറ്റ ആസ് നീഡഡ് എന്നുള്ളതുകൊണ്ടോ ആവശ്യത്തിനനുസരിച്ച് എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ മീനിങ് ആണ് പ്രോറിനാറ്റ ഓക്കെ ദെൻ അടുത്തതാണ് PSI എന്താണെന്നറിയോ പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് എന്നാണ് കേട്ടോ പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് ഓക്കെ അതൊരു മെഷർമെന്റ് ആണ് നെക്സ്റ്റ് ആണ് PSVT എന്താണ് PSVT
PSVT. PSVT എന്താണെന്നറിയോ? പാരോക്സിമൽ സുപ്രാവെൻട്രിക്കുലാർ ടെക്കികാർഡിയ. എന്താണ്? പാരോക്സിമൽ സുപ്രാവെൻട്രിക്കുലാർ ടെക്കികാർഡിയ എന്ന് പറയുന്നത് കേട്ടോ. പാരോക്സിമൽ സുപ്രാവെൻട്രിക്കുലാർ ടെക്കികാർഡിയ. ടെക്കികാർഡിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ ഹാർട്ടിന്റെ ബീറ്റ് സാധാരണത്തെക്കാൾ ഫാസ്റ്റ് ആവുന്ന അവസ്ഥ തന്നെയാണ് കേട്ടോ ടെക്കികാർഡിയ എന്ന് പറയുന്നത്. അപ്പം പാരോക്സിമൽ സുപ്രാവെൻട്രിക്കുലാർ ടെക്കികാർഡിയ. ഓക്കെ, അടുത്തത് PT. സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. PT എന്താണ്? പേഷ്യന്റ് എന്നാണ് കേട്ടോ. എന്താണ്? പേഷ്യന്റ്. PT പേഷ്യന്റ്. അടുത്തതാണ് ക്യാപിറ്റൽ PT. ക്യാപിറ്റൽ PT എന്താണ്? ഫിസിക്കൽ തെറാപ്പി. എന്താണ്? ഫിസിക്കൽ തെറാപ്പി എന്നാണ് കേട്ടോ. ക്യാപിറ്റൽ PT ഫിസിക്കൽ തെറാപ്പി. അഥവാ നമ്മൾ ഫിസിയോതെറാപ്പി എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. അടുത്തതാണ് PTA. PTA എന്താണെന്ന് നോക്കിയേ. എക്സ്പാൻഷൻ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് പ്രയർ ടു അഡ്മിഷൻ. പ്രയർ എന്ന് പറഞ്ഞാൽ എന്താ? മുൻപ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പ്രയർ ടു അഡ്മിഷൻ. മറ്റൊരു എക്സ്പാൻഷൻ എന്താണ്? പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിക് ആന്റിസിഡന്റ്. എന്താണ്? പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിക് ആന്റിസിഡന്റ്. ഇതൊരു ക്ലോട്ടിംഗ് ഫാക്ടർ ആണ് കേട്ടോ. ക്ലോട്ടിംഗ് ഫാക്ടർ ബ്ലഡിനെത്തുന്നത്. അടുത്തതാണ് PTT. PTT എന്താണെന്നറിയോ? പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിക് ടൈം എന്നാണ് കേട്ടോ. ബ്ലഡ് ക്ലോട്ട് ആവാൻ എടുക്കുന്ന ടൈം. ത്രോംബോപ്ലാസ്റ്റിക് എന്നൊക്കെ കേൾക്കുമ്പോൾ ക്ലോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിക് ടൈം, അതായത് ടൈം ടേക്കൺ ടു ക്ലോട്ട് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് കേട്ടോ. ബ്ലഡ് ക്ലോട്ട് ആവാൻ എടുക്കുന്ന സമയം. അടുത്തത് PVC. PVC പൈപ്പ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഓക്കെ, PVCക്ക് രണ്ട് എക്സ്പാൻഷൻ ഉണ്ട്. ഒന്ന് മെഡിക്കൽ ടെർമിനോളജിയിൽ പ്രിമച്വർ വെൻട്രിക്കുലാർ കോംപ്ലക്സ് എന്നാണ് കേട്ടോ. പ്രിമച്വർ വെൻട്രിക്കുലാർ കോംപ്ലക്സ്. മറ്റൊന്ന് എന്താണ്? നമ്മൾ PVC പൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ പോളിവിനൈൽ ക്ലോറൈഡ് കേട്ടോ. പോളിവിനൈൽ ക്ലോറൈഡ്. ഓക്കെ, നെക്സ്റ്റ് PVD. PVD എന്താണ്? പെരിഫെറൽ വാസ്കുലാർ ഡിസീസ് എന്നാണ് കേട്ടോ. പെരിഫെറൽ വാസ്കുലാർ ഡിസീസ്. ഓക്കെ, പെരിഫെറൽ എന്ന് പറയുമ്പോൾ തന്നെ ഹാർട്ടിന്റെ പുറത്താണ്. വാസ്കുലാർ ബ്ലഡ് വെസൽസ് ആണ് നമുക്കറിയാലോ. അപ്പൊ ഹാർട്ടിന്റെ പുറത്ത് ബ്ലഡ് വെസൽസിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ബ്ലോക്കേജിനെയൊക്കെ നമ്മൾ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പെരിഫെറൽ വാസ്കുലാർ ഡിസീസ് എന്നാണ് കേട്ടോ. PVD, പെരിഫെറൽ വാസ്കുലാർ ഡിസീസ്. അടുത്തതാണ് സ്മോൾ ലെറ്റർ Q. Q എന്താണ്? എവരി. എന്താണ്? എവരി എന്നാണ് കേട്ടോ. QD എന്താണ്? QD എവരി ഡേ ആണ് കേട്ടോ. എന്താണ്? എവരി ഡേ. ഓക്കെ, QH എന്താണ്? എവരി അവർ എന്നാണ് കേട്ടോ. സ്മോൾ ലെറ്റർ Q എവരി. QD എന്താണ്? എവരി ഡേ. QH എന്താണ്? എവരി അവർ. ഓക്കെ, അടുത്തത് QID എന്താണ്? 4 ടൈം എ ഡേ നടത്തും കേട്ടോ. 4 ടൈം എ ഡേ. ദിവസത്തിൽ 4 പ്രാവശ്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് 4 ടൈം എ ഡേ. അടുത്തതാണ് QOD. QOD എന്താണ്? എവരി അതർ ഡേ എന്നാണ് കേട്ടോ. എന്താണ്? എവരി അതർ ഡേ. അതായത് നമ്മൾ ആൾട്ടർനേറ്റ് ഡേയ്സ് എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. എവരി അതർ ഡേ എന്ന് വെച്ചാൽ എവരി ആൾട്ടർനേറ്റ്, ഇന്ന് നാളെ ഇല്ല മറ്റന്നാള് അങ്ങനെ പറയില്ലേ, ആൾട്ടർനേറ്റ് ഡേയ്സ് ആണ്. അതിന് QOD എവരി അതർ ഡേ. അടുത്തതാണ് RA. ക്യാപിറ്റൽ RA എന്താണ്? റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. മറ്റൊരെണ്ണം റൈറ്റ് ഏട്രിയം. രണ്ട് എക്സ്പാൻഷൻ ഉണ്ട്. ഒന്ന് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ് കേട്ടോ. ആർത്രൈറ്റിസ് അറിയാലോ, സന്ധിവാദമാണ് കേട്ടോ. റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് കേട്ടോ. എന്താണ് ഷാമി പറയുന്നത്? എൻഡോമറ്റുണ്ട് അല്ലെ? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഒരു എക്സ്പാൻഷൻ കേട്ടോ. മറ്റൊരെണ്ണം റൈറ്റ് ഏട്രിയം ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഏട്രിയം വെൻട്രിക്കിൾസ് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ഹാർട്ടിന്റെ അറകളാണ് കേട്ടോ. അപ്പൊ അതിലെ മുകൾ ഭാഗത്തുള്ള അറകളെയാണ് നമ്മൾ ഏട്രിയം, ഓറിക്കിൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ. താഴെയുള്ള അറകളെയാണ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. അപ്പോ റൈറ്റ് ഏട്രിയം വലതുവശത്തുള്ള മുകൾ ഭാഗത്ത് വലതുവശത്ത് അറയാണ് കേട്ടോ, റൈറ്റ് ഏട്രിയം. അടുത്തതാണ് RAD. RAD എന്താണെന്നറിയോ? റിയാക്റ്റീവ് എയർവേ ഡിസീസ്. ഒരു എക്സ്പാൻഷൻ അതാണ് റിയാക്റ്റീവ് എയർവേ ഡിസീസ്. മറ്റൊരു എക്സ്പാൻഷൻ എന്താണ്? റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ. എന്താണ്? റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ. ഓക്കെ, ദെൻ RBC. RBC നമ്മൾ പഠിച്ചതാണ്. റെഡ് ബ്ലഡ് സെൽ ആണ് അല്ലെ? എന്താണ്? റെഡ് ബ്ലഡ് സെൽ. അടുത്തതാണ് നെക്സ്റ്റ് വരുന്നതാണ് RH കേട്ടോ. RH നമുക്ക് പരിചയമുണ്ട്. എന്താണ്?
ഒന്ന് റീസസ് ബ്ലഡ് ഫാക്ടർ. ബ്ലഡ് ബാങ്കിൽ പഠിച്ചില്ലേ നമ്മള് റീസസ് ഫാക്ടർ അല്ലെ? ഒരു ബ്ലഡ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഫാക്ടർ ആണെന്ന് നമ്മൾ പഠിച്ചില്ലേ? ഓർമ്മയില്ലേ? റീസസ് ബ്ലഡ് ഫാക്ടർ. മറ്റൊരെണ്ണം റോഡിയം. റോഡിയം എന്താണ്? ഒരു കെമിക്കൽ ഇലമെന്റ് ആണ് കേട്ടോ. അതിന്റെ സിമ്പൽ എന്താണ്? RH. നമ്മൾ അയണിന്റെ സിമ്പൽ പഠിച്ചില്ലേ? Fe അല്ലെ? കാൽസ്യത്തിന്റെ Ca, സോഡിയത്തിന്റെ Na, പൊട്ടാസ്യത്തിന്റെ ക്യാപിറ്റൽ K എന്നൊക്കെ പറഞ്ഞ പോലെ. അതുപോലെ നമ്മൾ മെർക്കുറി പഠിച്ചു അല്ലെ? Hg, മെർക്കുറി. അതുപോലെ റോഡിയത്തിന്റെ സിമ്പൽ ആണ് RH കേട്ടോ. ഇതാണ് RH. അടുത്തതാണ് RHD, rheumatic heart disease എന്നാണ് കേട്ടോ. rheumatic heart disease കേട്ടോ. കിട്ടിയോ? ഓക്കെ. അപ്പോ നമ്പേഴ്സ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. നമ്പേഴ്സ് മാർക്ക് ചെയ്തോളൂ. 240, 240, 241, 241, 242, 242, 242, 245, 245, 253, 253, 255, 255. അപ്പൊ നമ്മുടെ നമ്പേഴ്സ് വായിക്കാണ്. 240, 241, 242, 245, 253, 255. ഇത്രയുമാണ് കേട്ടോ അബ്രിവിയേഷൻസ്. വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കട്ടോ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് കേട്ടോ. അടുത്തത് വരുന്നതാണ്. നെക്സ്റ്റ് പേജിലോട്ട് പോവാണ് കേട്ടോ. അടുത്ത പേജിലേക്ക് കിടക്കാണ്. നെക്സ്റ്റ് 256 തൊട്ട് 279 വരെയുള്ള പേജ് കേട്ടോ. ഓക്കെ. അതിനകത്ത് ഫസ്റ്റ് വൺ RL. RL എന്താണ്? റിങ്കേഴ്സ് ലാക്ടേറ്റ് എന്നാണ് കേട്ടോ. റിങ്കേഴ്സ് ലാക്ടേറ്റ്. ഇതൊരു IV ഫ്ലൂയിഡ് ആണ് കേട്ടോ. IV ഫ്ലൂയിഡ് റിങ്കേഴ്സ് ലാക്ടേറ്റ്. RLL. RLL എന്താണ്? റൈറ്റ് ലോവർ ലോബ് ഓഫ് ദ ലെങ്ത് എന്നാണ് കേട്ടോ. റൈറ്റ് ലോവർ ലോബ് ഓഫ് ദ ലെങ്ത്. ഓക്കെ. RLQ. RLQ എന്താണ്? റൈറ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. എന്താണ്? റൈറ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. RN എന്താണ്? രജിസ്റ്റേർഡ് നഴ്സ് കേട്ടോ. RN എന്താണ്? രജിസ്റ്റേർഡ് നഴ്സ്. അടുത്തതാണ് R/O, റൂൾ ഔട്ട്. റൂൾ ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? എലിമിനേറ്റ് ചെയ്യാന്നുള്ള അർത്ഥമാണ് കേട്ടോ. റൂൾ ഔട്ട് മീൻസ് എലിമിനേറ്റ് അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. R/O, റൂൾ ഔട്ട്. ROM. ROM എന്താണ്? റേഞ്ച് ഓഫ് മോഷൻ. ഒരു എക്സ്പാൻഷൻ ആണ്. മറ്റൊന്ന് റപ്ചർ ഓഫ് മെംബ്രെയിൻ. ഇതാണ് റപ്ചർ. റപ്ചർ ആവാന്ന് വെച്ചാൽ പൊട്ടുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ രണ്ട് എക്സ്പാൻഷൻ ആണ്. റേഞ്ച് ഓഫ് മോഷനും റപ്ചർ ഓഫ് മെംബ്രെയിനും. ഓക്കെ. അടുത്തത് RUL. RUL എന്താണ്? റൈറ്റ് അപ്പർ ലോബ് ഓഫ് ദ ലെങ്ത് എന്നാണ് കേട്ടോ. റൈറ്റ് അപ്പർ ലോബ് ഓഫ് ദ ലെങ്ത്. നമ്മൾ നേരത്തെ ഇത് പഠിച്ചില്ലേ? RLL പഠിച്ചില്ലേ? അതുപോലെയാണ് കേട്ടോ. അപ്പൊ എന്താണ്? RUL റൈറ്റ് അപ്പർ ലോബ് ഓഫ് ദ ലെങ്ത് എന്നാണ്. അടുത്തത് RUQ. നമ്മൾ RLQ പഠിച്ചില്ലേ? RUQ എന്താണ്? റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ ആണ് കേട്ടോ.
right upper quadrant of the abdomen. RX, prescription. നമ്മൾ ഈ ഡോക്ടേഴ്സ് എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻ ലെറ്റർ പാഡ് ഉണ്ടല്ലോ, അതിന്റെ കോർണറിലായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. RX, ക്യാപിറ്റൽ RX, അത് പ്രിസ്ക്രിപ്ഷൻ പാഡ് ആണ് കേട്ടോ. അപ്പൊ RX എന്താണ്? പ്രിസ്ക്രിപ്ഷൻ. അടുത്തത് S- വിത്തൗട്ട്, എന്താണ്? വിത്തൗട്ട്. അടുത്തതാണ് SC. SC എന്താണ്? സബ്ക്യൂട്ടേനിയസ് സെക്രീറ്ററി കമ്പോണന്റ്. എന്താണ്? സബ്ക്യൂട്ടേനിയസ് സെക്രീറ്ററി കമ്പോണന്റ്. സബ്ക്യൂട്ടേനിയസ് മീൻസ് എന്താണ്? എ ലെയർ ഓഫ് ടിഷ്യൂ ആണ് കേട്ടോ അണ്ടർ ദ സ്കിൻ. നമ്മുടെ സ്കിൻ ഉണ്ടല്ലോ, എ ലെയർ ഓഫ് ടിഷ്യൂ അണ്ടർ ദ സ്കിൻ സർഫസ്. നമ്മുടെ സ്കിന്നിന്റെ സർഫസിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ലെയർ ആണ്. അതാണ് നമ്മൾ ആ ഒരു ടിഷ്യൂ സബ്ക്യൂട്ടേനിയസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണ്? അണ്ടർ ദ സ്കിൻ എന്നാണ് അർത്ഥം. സ്കിന്നിന്റെ സർഫസിന് തൊട്ട് താഴെയുള്ള ലെയർ ആണ് ഇതൊരു ടിഷ്യൂ, ലെയർ ഓഫ് ടിഷ്യൂ ആണ് കേട്ടോ. അപ്പൊ സബ്ക്യൂട്ടേനിയസ് സെക്രീറ്ററി കമ്പോണന്റ്. SICU എന്താണ്? സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എന്താണ്? സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. SIDS എന്താണ്? സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രം. സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രം. SL സബ്ലിംഗ്വൽ. എന്താണ്? സബ്ലിംഗ്വൽ. ഓക്കെ. Then SOB. SOB എന്താണ്? ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരിക അല്ലെ, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. അതുപോലെ SQ. SQ എന്താണ്? സബ്ക്യൂട്ടേനിയസ്. എന്താണ്? സബ്ക്യൂട്ടേനിയസ്. ദാറ്റ് മീൻസ് അണ്ടർ ദ സ്കിൻ അല്ലെ. SS എന്താണ്? സ്മോൾ ലെറ്റർ S ഹാഫ് എന്നാണ് കേട്ടോ. ഹാഫ്. S/S എന്താണ്? സൈൻസ് ആൻഡ് സിംറ്റംസ്. എന്താണ്? S/S എന്താണ്? സൈൻസ് ആൻഡ് സിംറ്റംസ്. നെക്സ്റ്റ് സ്റ്റാർട്ട്. STAT സ്റ്റാർട്ട് എന്താണ്? ഇമീഡിയറ്റ്ലി. എന്താണ്? സ്റ്റാർട്ട് മീൻസ് ഇമീഡിയറ്റ്ലി. STD പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു എക്സ്പാൻഷൻ ആണ്. STD എന്താണ്? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. എന്താണ്? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. സബ്ക്യൂ എന്താണ്? സബ്ക്യൂട്ടേനിയസ്. നമ്മൾ SQ എന്ന് തന്നെയാണ്, സബ് ക്യൂ എന്ന് പറഞ്ഞാൽ സബ്ക്യൂട്ടേനിയസ്. SVT എന്താണ്? സുപ്രാവെൻട്രിക്കുലർ ടെക്കികാർഡിയ. എന്താണ്? സുപ്രാവെൻട്രിക്കുലർ ടെക്കികാർഡിയ. SX എന്താണ്? സിംറ്റംസ് കേട്ടോ. സിംറ്റംസ് നമ്മൾ RX പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു, SX സിംറ്റംസ്. അതുപോലെ SYM എന്ന് എഴുതിയാലും സിംറ്റംസ് കേട്ടോ. SX SYM എന്താണ്? സിംറ്റംസ് എന്നാണ് കേട്ടോ. സിംറ്റംസ്. ഓക്കെ. അപ്പൊ ആ പേജിനകത്ത് മാർക്ക് ചെയ്യുന്ന നമ്പേഴ്സ് നോക്കി വെക്കുക കേട്ടോ. ഫസ്റ്റ് 259, 259, 261, 264, 267, 267, 268, 273, 274, 275. ഇവിടെ പറയാം. 259, 261, 264, 267, 268, 273, 274, 275. ഓക്കെ, ക്ലിയർ ആയോ? 259, 261, 264, 267, 268, 273, 274, 275. വായിച്ചു നോക്കുക കേട്ടോ. വായിച്ചു നോക്കിക്കോളൂ. റപ്ചർ മീൻസ് പൊട്ടുക എന്നുള്ള അർത്ഥമുണ്ട്. റപ്ചർ ചെയ്യാന്ന് വെച്ചാൽ പൊട്ടുക എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. ബ്രേക്ക് ആവുക എന്നുള്ള മീനിങ്ങിന്റെ റപ്ചർ.
റപ്ചർ ഓഫ് എഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എഗ്ഗിന്റെ തൊണ്ട് പൊട്ടുന്നതിനെയാണ് പറയുന്നത്. റപ്ചറിങ് എന്നാണ് പറയുന്നത് കേട്ടോ. റപ്ചറിങ്. വായിച്ചു നോക്കിയോ? നെക്സ്റ്റ് പേജിലോട്ട് പോവാലോ. അടുത്ത പേജിലോട്ട് കടക്കാം കേട്ടോ. നെക്സ്റ്റ് പേജില് 280 തൊട്ടാണ് കേട്ടോ. ഓക്കെ, 280 തൊട്ട് 303 വരെയാണ് കേട്ടോ. 303 വരെ. ഓക്കെ, 280 ടാബ് എന്നാണ് കേട്ടോ. ടാബ്, TAB ടാബ്. ടാബ് മീൻസ് ടേബിൾ എന്നാണ് കേട്ടോ. ടേബിളിനെ ചുരുക്കിയിട്ട് ടാബ് എന്നാണ് കേട്ടോ. ടാബ്, ടാബ്ലറ്റ് എന്നല്ല കേട്ടോ, ടേബിൾ എന്നാണ് കേട്ടോ. ഓക്കെ, ക്യാപിറ്റൽ TB അറിയാലോ. TB എന്താണ്? ട്യൂബർകുലോസിസ്, ക്ഷയരോഗം അല്ലെ. TB മീൻസ് ട്യൂബർകുലോസിസ്. TBA എന്താണ്? ടു ബി അഡ്മിറ്റഡ് ഓർ ടു ബി അനൗൺസ്ഡ്. രണ്ട് എക്സ്പാൻഷൻ ആണ്. ടു ബി അഡ്മിറ്റഡ് അല്ലെങ്കിൽ ടു ബി അനൗൺസ്ഡ്. TBSP എന്താണ്? ടേബിൾ സ്പൂൺ എന്നാണ് കേട്ടോ. ടേബിൾ സ്പൂൺ. ഓക്കെ, ടെക്, TCH ടെക്, ടെക്നീഷ്യൻ ഓർ ടെക്നോളജിസ്റ്റ്. അതാണ് ടെക്നീഷ്യൻ അഥവാ ടെക്നോളജിസ്റ്റ്. TIA എന്താണെന്നറിയോ? ട്രാൻസിയന്റ് ഐസ്കീമിക് അറ്റാക്ക് എന്നാണ് കേട്ടോ. ട്രാൻസിയന്റ് ഐസ്കീമിക് അറ്റാക്ക്, അതായത് ചെറിയ രീതിയിലുള്ള സ്ട്രോക്ക് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ TIA എന്ന് പറയുന്നത് കേട്ടോ. ട്രാൻസിയന്റ് ഐസ്കീമിക് അറ്റാക്ക് എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ മൈനർ സ്ട്രോക്ക് എന്ന് നമുക്ക് പറയാം. മൈനർ സ്ട്രോക്ക്. വലിയ രീതിയിൽ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാല് പാരലൈസ് ചെയ്തു പോകും. ചെറിയ രീതിയിൽ സ്ട്രോക്ക് വരുന്നതിനെയാണ് TIA അഥവാ ട്രാൻസിയന്റ് ഐസ്കീമിക് അറ്റാക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമില്ല, എന്റെ അമ്മയ്ക്ക് ഇതുപോലെ സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ സമയത്ത് ചെറിയ രീതിയിലാണ് വന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ICU ആക്കി. അപ്പോഴാണ് സ്ട്രോക്ക് ആണെന്ന് പറയുന്നത്. പക്ഷെ ഭാഗ്യത്തിന് പെട്ടെന്ന് കൊണ്ടുപോയത് കൊണ്ട്, ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്തതുകൊണ്ട് ഇത് നില പാരലൈസ് ആയില്ല. 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്ന് ശരിക്കും പേടിച്ചു പോയില്ല. പിന്നെ രണ്ടാമത് വന്നത് TIA. കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ എഴുതിയിട്ടുള്ള ആ നമ്മുടെ റെക്കോർഡ് ഉണ്ടല്ലോ, പറയുന്നിടത്ത് അത് എഴുതിയിരുന്നത് TIA എന്നാണ് എഴുതിയിരുന്നത്. അതായത് ട്രാൻസിയന്റ് ഐസ്കീമിക് അറ്റാക്ക്. എന്താണ് TIA എന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു മൈനർ സ്ട്രോക്ക് ആണ്. ചെറിയ രീതിയിൽ വന്നിട്ടുള്ള സ്ട്രോക്ക് ആണ്, വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല. പക്ഷെ നമുക്കത് പെട്ടെന്ന് നമുക്കത് എടുക്കുന്ന സമയത്ത് കിട്ടണമെന്നില്ല. ചെറിയ ഏതെങ്കിലും ഒരു മൊമെന്റ്, ഏതെങ്കിലും ഒരു സെക്കൻഡ്സിന് പെട്ടെന്ന് ഇതായി പോകുന്ന ഒരു അവസ്ഥയാണ് ട്രാൻസിയന്റ് ഐസ്കീമിക് അറ്റാക്ക്. പക്ഷെ അത് വന്നു കഴിഞ്ഞാല് ചിലപ്പോൾ പിന്നീട് ഒരു മേജർ സ്ട്രോക്കിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, TIA കേട്ടപ്പോ അങ്ങനെ മനസ്സിലാക്കി. എനിക്ക് അതാണ് ഓർമ്മ. ഞാൻ വിചാരിച്ചു TIA എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് അവർ പറയുന്നത് ഒരു മൈനർ സ്ട്രോക്ക് ആയിരുന്നു എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഓർത്തത് പറഞ്ഞുള്ളൂ. TIA ട്രാൻസിയന്റ് ഐസ്കീമിക് അറ്റാക്ക്. ഓക്കെ, പിന്നെ അടുത്തതാണ് TID സ്മോൾ ലെറ്റർ ആണ്. 3 times a day എന്നാണ് കേട്ടോ. 3 times a day, ദിവസത്തില് 1 പ്രാവശ്യം. ഓക്കെ, then TKO എന്താണെന്നറിയോ? ടു കീപ് ഓപ്പൺ. ഇതാണ് ടു കീപ് ഓപ്പൺ. ഓക്കെ, then TPR കേട്ടോ. TPR ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. TPR-ൽ T എന്താണ്? ടെമ്പറേച്ചർ. T എന്താണ്? പൾസ് ആണ് കേട്ടോ. പ്രഷർ എന്നൊന്നും അല്ല, പൾസ് എന്നാണ് കേട്ടോ. ഓപ്ഷൻ അങ്ങനെയൊക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുന്നു കേട്ടോ. T എന്താണ്? ടെമ്പറേച്ചർ. T ഫോർ പൾസ്. R ഫോർ റെസ്പിറേഷൻ. ഓക്കെ, അടുത്തത് TSP എന്താണ്? ടീസ്പൂൺ. എന്താണ്? ടീസ്പൂൺ എന്നാണ് കേട്ടോ TSP. അടുത്തത് TX, ക്യാപിറ്റൽ Tയും സ്മോൾ ലെറ്റർ Xും. ട്രീറ്റ്മെന്റ് എന്നാണ് കേട്ടോ. ട്രീറ്റ്മെന്റ് നമ്മൾ RX പ്രിസ്ക്രിപ്ഷൻ, SX സിംറ്റംസ്. TX എന്താ? ട്രീറ്റ്മെന്റ് കേട്ടോ. TX എന്താണ്? ട്രീറ്റ്മെന്റ്. ഓക്കെ, ക്യാപിറ്റൽ U എന്താണ്? യൂണിറ്റ്. ക്യാപിറ്റൽ U യൂണിറ്റ് ആണ്. UA എന്താണ്? യൂറിനാലിസിസ്. എന്താണ്? യൂറിനാലിസിസ്. ദാറ്റ് മീൻസ് നമ്മൾ യൂറിന് അനലൈസ് ലാബിൽ വരുന്നതാണ്, ലാബ് ടെസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് യൂറിനാലിസിസ് അല്ലെ. അതായത് നമ്മൾ എന്താണ്? യൂറിൻ പരിശോധിച്ചുകൊണ്ട് പല വിധത്തിലുള്ള രോഗങ്ങൾ നമ്മൾ ഡയഗ്നൈസ് ചെയ്യുന്നു അല്ലെ. ഇതാണ് UA, യൂറിനാലിസിസ്. പിന്നെ UE എന്താണ്? അപ്പർ എക്സ്ട്രിമിറ്റി എന്നാണ് കേട്ടോ. ഇതാണ്
അപ്പർ എക്സ്ട്രിമിറ്റി, UE അപ്പർ എക്സ്ട്രിമിറ്റി. URI എന്താണ്? അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്നാണ് കേട്ടോ. അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, URI അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. അടുത്തത് USP എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമക്കോപ്പിയ. എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമക്കോപ്പിയ. ദാറ്റ് മീൻസ് അതൊരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ. 1820 US ബേസ്ഡ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ്. അവര് വന്നിട്ട് ഈ മെഡിസിൻസിന്റെ ഒക്കെ ക്വാളിറ്റി, അതിന്റെ പ്യൂരിറ്റി, അതിന്റെ സ്റ്റാൻഡേർഡുകളൊക്കെ സെറ്റ് ചെയ്യുന്ന US ബേസ്ഡ് ആയിട്ടുള്ള ഒരു 1820 ഒത്തിരി പണ്ടാണ് 1820 സ്ഥാപിതമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ. USP യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമക്കോപ്പിയ. അടുത്തതാണ് UTI എന്താണ്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. UTI എന്താണ്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. VD എന്താണ്? വെനേറിയൽ ഡിസീസ് എന്നാണ് കേട്ടോ. വെനേറിയൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസ്, നമ്മൾ ലൈംഗിക രോഗങ്ങൾ എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ള സംഭവമാണ് കേട്ടോ. വെനേറിയൽ ഡിസീസ് കേട്ടോ, VD. അടുത്തതാണ് VOL വോളിയം. എത്ര വോളിയം? ബ്ലഡ് വോളിയം, രക്തം എന്നൊക്കെ പറയില്ലേ കേട്ടോ. VOL വോളിയം. ഓക്കെ. VS എന്താണ്? വൈറ്റൽ സയൻസ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആദ്യം വൈറ്റൽ സയൻസ് എടുക്കൂലേ? ടെമ്പറേച്ചറും പൾസും അതുപോലെ ഓക്സിജൻ സാച്ചുറേഷനും ഇതൊക്കെ നോക്കാറുണ്ട് അല്ലെ? ഇതൊക്കെ വൈറ്റൽസ് എടുക്കാൻ പോകുന്നത് വൈറ്റൽ സയൻസ് അല്ലെ? W/ എന്താണ്? വിത്ത് എന്നാണ് കേട്ടോ, വിത്ത്. WBC ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. വൈറ്റ് ബ്ലഡ് സെൽ അല്ലെ? ശ്വേത രക്താണുക്കൾ അഥവാ വെളുത്ത രക്താണുക്കൾ, വൈറ്റ് ബ്ലഡ് സെൽ. WNL എന്താണ്? വിത്തിൻ നോർമൽ ലിമിറ്റ്സ്. എന്താണ്? വിത്തിൻ നോർമൽ ലിമിറ്റ്സ്. W/O എന്താണ്? വിത്തൗട്ട്. W/O എന്താണ്? വിത്തൗട്ട് കേട്ടോ, വിത്തൗട്ട്. ഓക്കെ. അപ്പോ നമ്പേഴ്സ് നോട്ട് ചെയ്തിരിക്കുക. 281 കേട്ടോ, 281, 281, 282, 282, 282, 283, 294, 294. ഒരു മിനിറ്റ്. ഓക്കെ. 294 കേട്ടോ, മാർക്ക് ചെയ്തോ. 294, 299 കേട്ടോ, 299, 301, 301, 303, 303. ഓക്കെ. അപ്പൊ നമ്മുടെ നമ്പർ വായിക്കാം കേട്ടോ. 281, 282, 283, 294, 299, 301, 303. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ നമ്പേഴ്സ്? 288 ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതില്ലേ മാം? എന്താണ്? 288 ഇല്ല, മാർക്ക് ചെയ്തിട്ടില്ല. 288 ഇല്ല, മാർക്കിങ്ങിലില്ല. നല്ല പഠിച്ചു വെച്ചോളൂ കേട്ടോ. DPR പഠിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾക്ക് 3rd മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ. നെക്സ്റ്റ് പേജിലോട്ട് പോയാലോ? വായിച്ചു നോക്കിയോ? അടുത്ത പേജ്, ലാസ്റ്റ് പേജാണ്. ഇതിനകത്ത് 304 തൊട്ട് കഴിഞ്ഞു 326 വരെ, 327 വരെ. അതിൽ കുറെ സിമ്പലുകളൊക്കെയാണ് കേട്ടോ. സിമ്പലുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്താണ് സലീന? ട്യൂബർകുലോസിസ്. അതെ, TB ആണ് കേട്ടോ. ട്യൂബർകുലോസിസ് TB ആണ് കേട്ടോ. 281 നമ്മൾ മാർക്ക് ചെയ്തത് ട്യൂബർകുലോസിസ്, TB, ക്ഷയരോഗം കേട്ടോ.
ഓക്കെ, അടുത്തത് ലാസ്റ്റ് പേജ് ആണ്. സിംബലുകൾ നോക്കി വെക്കുക കേട്ടോ. WT എന്താ? വെയിറ്റ്, വെയിറ്റ് എന്നാണ് കേട്ടോ. YO എന്ന് വെച്ചാൽ ഇയർ ഓൾഡ് എന്നാണ് കേട്ടോ, ഇയർ ഓൾഡ്. എക്സ് ഒരു ഹൈഫൺ ഇട്ടാൽ ആക്സെപ്റ്റ് എന്നാണ് കേട്ടോ, ആക്സെപ്റ്റ്, ഒഴികെ എന്നൊക്കെ നമ്മൾ പറയില്ല അങ്ങനെ. ഇത് നോക്കി 1 മോളിൽ 0 പോലെ ഇട്ടും പ്രൈമറി, സെക്കൻഡറി. ഇതേത് സിംബല്? ഇൻക്രീസ്ഡ്, ഡിക്രീസ്ഡ്. ഇത് നോ, നോട്ട്, നൺ എന്നുള്ള സിംബലാണ്. നോ, നോട്ട്, നൺ. 6 ക്യാപിറ്റൽ ലെറ്റർ 6 റൈറ്റ്, ക്യാപിറ്റൽ ലെറ്ററിലെ ലെഫ്റ്റ്. ഇനി ഇത് മൈക്രോ, മൈക്രോന്റെ സിംബലാണ് കേട്ടോ, മൈക്രോ. ആൽഫ, ബീറ്റ, അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ. അതായത് നേരെയുള്ള വരെയല്ല, ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് വരച്ചു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എന്നാണ് കേട്ടോ. ഏകദേശം നമുക്ക് പറയില്ലേ അത്. അടുത്തത് X2 എന്ന് വെച്ചാൽ ടൈംസ് 2 എന്നാണ് കേട്ടോ. ടൈം എന്നല്ലേ എടുക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റില്? ടൈം എന്നാണ് കേട്ടോ, TIMES, ടൈംസ് 2. ടൈംസ് 2. ഓക്കെ, റൈംസ് 2 എന്നല്ലല്ലോ, ടൈംസ് 2 എന്നല്ലേ എടുക്കുന്നത്? ടൈംസ് ആണ് കേട്ടോ. റൈംസ് എന്നാണോ? അപ്പൊ തിരുത്തിയ, റൈംസ് തിരുത്തിയ ടൈംസ് എന്നാക്കി TIMES കേട്ടോ. ടൈംസ് എന്നാണ് കേട്ടോ, റൈം അല്ല, ടൈമാണ് കേട്ടോ. ടൈംസ് 2, TIMES, ടൈംസ് 2. നെക്സ്റ്റ് സ്ലാഷ്, നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ പെർ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പെർ. നോട്ട് ഈക്വൽ എല്ലാവർക്കും അറിയാവുന്ന സിംബൽ ആണ്, നോട്ട് ഈക്വൽ. പിന്നെ ഇത് ഗ്രേറ്റർ ദാൻ, ഇത് ലെസ് ദാൻ. ക്വസ്റ്റ്യനബിൾ അല്ലെങ്കിൽ പോസിബിൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ, ക്വസ്റ്റ്യനബിൾ ഓർ പോസിബിൾ. ഒരു ട്രയാങ്കിൾ എന്താണ്? ചേഞ്ച് എന്നാണ് കേട്ടോ. ട്രയാങ്കിൾ എന്താണ്? ചേഞ്ച് എന്നാണ് കേട്ടോ, ചേഞ്ച്. ട്രയാങ്കിൾ സിംബൽ കണ്ടാൽ ചേഞ്ച് കേട്ടോ. ഇത് നെഗറ്റീവ്. ഫീമെയിലിന്റെ മെയിലിന്റെ സിംബലൊക്കെ നോട്ട് ചെയ്ത് കേട്ടോ. ഫീമെയിൽ സിംബൽ കണ്ടോ? മെയിലിന്റെ സിംബല് ഈ രീതിയിലാണ് കേട്ടോ. ഫീമെയിൽ സിംബലും മെയിൽ സിംബൽ. ഇപ്പൊ ഫീമെയിൽ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഫീമെയിൽ സിംബലിനകത്തൊരു പ്ലസ്, ഒരു കുരിശ് പോലെ ഒരു ചിഹ്നം കാണും കേട്ടോ. ഓക്കെ, മെയിൽ ഇങ്ങനെ നോക്കി മുകളിലേക്ക് ലെയർ ഉള്ള രീതിയിലാണ് മെയിൽ. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇതിനകത്ത് മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് ഇതൊക്കെയാണ്. 304 കേട്ടോ, വെയിറ്റ് 304 മാർക്ക് ചെയ്യാം കേട്ടോ. 304, 315, 315, 316, 324, 326, 327, 327. ഒന്നുകൂടെ പറയാം. 304, 315, 316, 324, 326, 327. ഓക്കെ, അപ്പൊ മെയിലും ഫീമെയിലിന്റെ സിംബലൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സിംബൽ തന്നിട്ട് എന്താണെന്ന് ചോദിക്കും. ഓക്കെ, ക്ലിയർ. ഇതോട് കൂടിയിട്ട് നമ്മുടെ മെഡിക്കൽ ടെർമിനോളജി അവസാനിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് തുടക്കം തൊട്ട് നമ്പേഴ്സ് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. എന്തെങ്കിലും മാർക്ക് ചെയ്യാനായിട്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, എന്താണ് സജസ്റ്റ് ചോദിക്കുന്നത്? 306. 306 ആക്സെപ്റ്റ് എന്നാണ് കേട്ടോ. ആക്സെപ്റ്റ്, PACEPT, ആക്സെപ്റ്റ്. നമ്മൾ ഒഴികെ എന്ന് പറയില്ലേ അർത്ഥം. ഓക്കെ, അപ്പോ നമ്മൾ ടെർമിനോളജിയിൽ ഒരുവിധം നമ്മൾ മാർക്ക് ചെയ്തതെല്ലാം ഏകദേശം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. 1 2 എണ്ണോ മാത്രമാണ് അതിലല്ലാത്തത് വരുന്നത്. ഓക്കെ, ഇതൊക്കെ ഞാൻ പറയുന്നത് മാർക്ക് ചെയ്തത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, പക്ഷെ ബാക്കിയുള്ളതും നിങ്ങൾ വായിക്കണം കേട്ടോ. വായിക്കാതിരിക്കരുത്. മാർക്ക് ചെയ്തത് നമ്മൾ മാത്രം പഠിച്ചു പോയാൽ മതി അങ്ങനെ വിചാരിക്കരുത്. അത് നിർബന്ധമായിട്ടും പഠിക്കണം. ബാക്കിയുള്ളത് നിങ്ങൾ വായിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ഓപ്ഷൻ കാണുമ്പോൾ. ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ അതൊരു 2 3 പ്രാവശ്യമൊക്കെ ഇടയ്ക്ക് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കോളും കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഇതിനകത്ത് ആദ്യം നമ്മൾ പഠിച്ചത് പ്രിഫിക്സ് ആയിരുന്നു. ഓക്കെ, പ്രിഫിക്സ് കേട്ടോ. എല്ലാം ഒന്നിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ പ്രിഫിക്സില് മാർക്ക് ചെയ്ത നമ്പേഴ്സ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ഏതെങ്കിലും ഒക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അതുപോലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആളുകള് നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ
അവർക്കൊക്കെ മിസ്സായിട്ടുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്പേഴ്സ്. ചിലർക്ക് റെക്കോർഡഡ് ക്ലാസ് കാണും, അല്ലാത്ത എന്നിട്ടും കാണാൻ കണ്ട് പെട്ടെന്ന് ഈ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചത് പ്രിഫിക്സ് ആണ്. പ്രിഫിക്സില് ഫസ്റ്റ് പേജാണ് ഞാൻ പറയുന്നത് കേട്ടോ. 1 തൊട്ട് 18 വരെയുള്ള ആ ഒരു പേജില് മാർക്ക് ചെയ്ത നമ്പേഴ്സ് 3, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. 3, 9, അയ്യോ 3 കഴിഞ്ഞിട്ട് 6 ഉണ്ട് കേട്ടോ. 6 ഞാൻ പറയാൻ വിട്ടുപോയി അതിനോ. ഓക്കെ, 3, 6, 9, 13, 14, 17, 18 കേട്ടോ. അത്രയും നമ്പേഴ്സ് ആണ്. 3, 6, 9, 13, 14, 17, 18 ഇത്രയും നമ്പേഴ്സ് ആണ് ഫസ്റ്റ് പേജ്. പ്രിഫിക്സ് ആണ് കേട്ടോ പറയുന്നത്. സെക്കൻഡ് പേജില് 19 തൊട്ട് 42 വരെ ആയിരുന്നു. അതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്ത നമ്പേഴ്സ് 28, 31, 32, 34, 39, 41, 23 പറഞ്ഞിരുന്നു അല്ലെ. ഓക്കെ ഓക്കെ, മാർക്ക് ചെയ്തു കുഴപ്പമില്ല. 23 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല. 23 മാർക്ക് ചെയ്തോളൂ, കാര്യം അത് വേണമെങ്കിൽ സെറിബ്രോ. ഓക്കെ, 23 മാർക്ക് ചെയ്തോളൂ കേട്ടോ, വെട്ടണ്ട. 23 മാർക്ക് ചെയ്തോളൂ. 23, 28, 31, 32, 34, 39, 41. നെക്സ്റ്റ് വരുന്നത് അടുത്ത പേജ് കേട്ടോ. നെക്സ്റ്റ് പേജില് 43 തൊട്ടായിരുന്നു. 43 തൊട്ട് 65 വരെയുള്ള പേജ് കേട്ടോ. അതിനകത്ത് 47, 48, 49, 50, 52, 53, 56, 57, 58, 65, 47, 48, 49, 50, 52, 53, 56, 57, 58, 65. നെക്സ്റ്റ് പേജില് 66 തൊട്ടുള്ള പേജ് കേട്ടോ. 66 90 വരെയുള്ളത് കേട്ടോ. അതിനകത്ത് മാർക്ക് ചെയ്തത് 67, 70, 73, 79, 80, 84, 89. 71 മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. മിസ് എടുത്ത കാലയ്ക്ക് മാർക്ക് ചെയ്തോളൂ. 71 ഇട്ടോളൂ കേട്ടോ. 71. ഇതൊക്കെയാണ് 67, 70, 71, 73, 79, 80, 84, 89. 88 പറഞ്ഞിരുന്നു അല്ലെ. ഓക്കെ, ഞങ്ങളുടെ രണ്ടുപേരുടെ പ്രിന്റിൽ വ്യത്യാസം ഉണ്ടെന്നുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, 88 മാർക്ക് ചെയ്തോളൂ, വെട്ടണ്ട കേട്ടോ. 88 മാർക്ക് ചെയ്തോളൂ, വെട്ടണ്ട. 88 കിടന്നോട്ടെ, അറിയാവുന്നതാണ് ഓർത്തോ അല്ലെ. 89 ഉണ്ട് കേട്ടോ. 58, 89 മാർക്ക് ചെയ്തോളൂ. 89 ഉണ്ട് കേട്ടോ. 88ഉം 89ഉം ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. 89 ഓസ്റ്റിയോപൊറോസിസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. മാർക്ക് ചെയ്തോളൂ. ഒന്നുകൂടെ പറയാട്ടോ നമ്പറില് 67, 70, 71, ഓക്കെ, 73, 79, 80, 84, 88, 89. ഓക്കെ, അടുത്ത പേജില് 91 തൊട്ട് അല്ലെ. 91 തൊട്ട് 115 വരെയുള്ള പേജ്. അതിനകത്ത് മാർക്ക് ചെയ്തത് 92, 92, 98, 104, 104, 105, 106,
94 97 മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ എന്തായാലും അത് വെട്ടണ്ട കേട്ടോ, അതവിടെ കിടന്നോട്ടെ. 94 97 മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുന്നോട്ടെ കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നമ്പർ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതടക്കം 92, 94, 97, 98, 104, 105, 106, 114. ഇത്രയും നമ്പേഴ്സ് ആണ്. 92, 94, 97, 98, 104, 105, 106, 114. നെക്സ്റ്റ് പേജില് 116 തൊട്ട് 127 വരെയുള്ള പേജാണ്. അതിൽ മാർക്ക് ചെയ്തത് 117, 117, 122, 125. ഇതൊക്കെയാണ് 117, 122, 125. ഇത്രയുമാണ് നമ്മൾ പ്രിഫിക്സിന് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. 123, 126 മാർക്ക് ചെയ്തത് അല്ലെ. 123 വെട്ടണ്ട കേട്ടോ, ഇരുന്നോട്ടെ. 123, 126 നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വെട്ടണ്ട, ഇരുന്നോട്ടെ കേട്ടോ. 117, 122, 123, 125, 126. ഇത്രയും പ്രിഫിക്സിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. സഫിക്സ് എടുത്ത് സഫിക്സ്, അടുത്ത സഫിക്സിലോട്ട് നോക്കാം. സഫിക്സില് ആദ്യത്തെ പേജ് കേട്ടോ, 1 തൊട്ട് 8 വരെയുള്ള പേജില് മാർക്ക് ചെയ്തത് 1, 1, 4, 6, 8. ഇതൊക്കെയാണ് 1, 4, 6, 8. നെക്സ്റ്റ് പേജ് കേട്ടോ, 9 തൊട്ട് 29 വരെയുള്ള പേജാണ്. അതിനകത്ത് മാർക്ക് ചെയ്തത് 10, 10, 11, 12, 15, 23, 24, 25, 27. ഏതൊക്കെയാണ്? 10, 11, 12, 15, 23, 24, 25, 27. ഓക്കെ. അടുത്ത പേജില് 30 തൊട്ട് 37 വരെ ഉള്ളത് കേട്ടോ. അതിനകത്ത് മാർക്ക് ചെയ്യേണ്ടത് 32, 33, 36. ഇതൊക്കെയാണ് 32, 33, 36. അതില് സഫിക്സും കഴിയാണ് കേട്ടോ, സഫിക്സും കഴിഞ്ഞു. പിന്നെ കോമൺ റൂട്ട് വേർഡ് എടുക്കാം കേട്ടോ. കോമൺ റൂട്ട് വേർഡ്, കോമൺ റൂട്ട് വേർഡിനകത്ത് നമ്മൾ ആദ്യത്തെ പേജില് 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിനെ മാർക്ക് ചെയ്തത് 5, 7, 8, 9, 10. 5, 7, 8, 9, 10. നെക്സ്റ്റ് പേജിൽ കേട്ടോ 11 തൊട്ട് 29 വരെയുള്ള പേജ് ഉണ്ട്. അതിനകത്ത് 11, 11, 15, 17, 19, 23, 27. ഇതൊക്കെയാണ് 11, 15, 17, 19, 23, 27. അടുത്ത പേജ് കേട്ടോ 30 തൊട്ട് 52 വരെയുള്ള പേജ്. അതിനകത്ത് മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് 32, 34, 44, 46, 47,
52. കിട്ടിയോ? ഇതൊക്കെയാണ് 32, 34, 44, 46, 47, 52. നെക്സ്റ്റ് പേജില് മാർക്ക് ചെയ്യേണ്ടത് 53, 54, 57, 61, 67, 68. ഏതൊക്കെയാണ്? 53, 54, 57, 61, 67, 68. നെക്സ്റ്റ് പേജില് മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് 71, 71, 75, 76. കിട്ടിയോ? 71, 75, 26. ഓക്കെ, അതോടുകൂടി കോമൺ റൂട്ട് വേർഡും കഴിയാണ് കേട്ടോ. പിന്നെ നമ്മൾ തുടങ്ങിയത് അബ്രിവിയേഷൻസ് ആണ്. ഓക്കെ, അബ്രിവിയേഷൻസില് ആദ്യത്തെ പേജിൽ നമ്മൾ മാർക്ക് ചെയ്തത് 5ഉം 7ഉമാണ് കേട്ടോ. 5ഉം 7ഉം. നെക്സ്റ്റ് പേജില് മാർക്ക് ചെയ്തത് 12, 16, 25, 27. ഇതൊക്കെയായിരുന്നു 12, 16, 25, 27. ഇതാണ് നന്ദിനി 18 മാർക്ക് ചെയ്തിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ 18 ഇട്ടോളൂ, വെക്കണം കേട്ടോ. 18 മാർക്ക് ചെയ്തു. 18 ഇല്ല, പക്ഷെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടോ? 18 നിങ്ങൾ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടോ മിസ്? ഇല്ല. പിന്നെന്ത് ചോദിച്ചേ? ഞാനും മിസ്സും കൂടെ മാറി മാറിയിട്ടാണല്ലോ എടുത്തത്, അപ്പൊ ഞാൻ അതാ ചോദിച്ചത് കേട്ടോ. 18 ശരിക്കും ഇല്ല കേട്ടോ, ഇല്ല. മിസ് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ വെട്ടണ്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ 12, 16, 18 വേണം കേട്ടോ. 18 വേണ്ട. 25, 27. ഒന്നുകൂടെ പറയണം. 12, 16, 25, 27. എന്താണ്? മോക്ക് ടെസ്റ്റിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞത് മോക്ക് ടെസ്റ്റിലൊക്കെ എല്ലാത്തിനും ചോദിക്കാം കേട്ടോ. മോക്ക് ടെസ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാത്തിനും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. പക്ഷെ നമ്മള് മെയിൻ എക്സാമിന് നമ്മൾ കൂടുതലും അത് ഫിൽട്ടർ ചെയ്തെടുത്തതാണ്. അതായത് എന്താന്ന് വെച്ചാൽ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. മോക്ക് ടെസ്റ്റിൽ എല്ലാത്തിനും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, മെയിൻ എക്സാമിന് എന്തായാലും നമ്മൾ മാർക്ക് ചെയ്യുന്നത് നിർബന്ധമായിട്ട് പോകണം. പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചത് ഫിൽട്ടർ ചെയ്ത് എടുത്തിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ സോൾവ് ചെയ്ത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പേജ് കേട്ടോ. അടുത്ത പേജിൽ നമ്മൾ മാർക്ക് ചെയ്തത് അബ്രിവിയേഷൻസ് 30, 34, 37, 41, 42, 43, 52. ഇതൊക്കെയാണ് 30, 34, 37, 41, 42, 43, 52. നെക്സ്റ്റ് പേജില് മാർക്ക് ചെയ്തത് 55, 56, 57, 59, 65, 67, 72, 74. എന്നോട് പറയാം. 55, 56, 57, 59, 65, 67, 72, 74. അടുത്ത പേജ് കേട്ടോ. നെക്സ്റ്റ് പേജില് നമ്മൾ മാർക്ക് ചെയ്തത് 75, 75, 76, 79, 79, 80,
80, 84, 89, 92, 96. ഇവിടെ പറയാണ് 75, 76, 79, 80, 84, 89, 92, 96. 67 ഉണ്ട് കേട്ടോ ഹരിത. 67 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത പേജില് നമ്മൾ മാർക്ക് ചെയ്തത് 98 കേട്ടോ. 98, 100, 104, 104, 105, 109, 110, 113, 117. 98, 100, 104, 105, 109, 110, 113, 117. നെക്സ്റ്റ് പേജിൽ മാർക്ക് ചെയ്തത് 122, 122, 123, 124, 127, 129, 129, 130, 135, 136, 138, 141, 142. ഇവിടെ പറയാം 122, 123, 124, 127, 129, 130, 135, 136, 138, 141, 142. ഓക്കെ, നെക്സ്റ്റ് പേജ് കേട്ടോ. അടുത്ത പേജിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തത് 147, 147, 150, 150, 152, 153, 154, 161, 162, 164. 147 പറഞ്ഞല്ലോ. 147 IV അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. 150, 152, 153, 154, 161, 162, 164. അടുത്ത പേജില് മാർക്ക് ചെയ്തത് 173, 173, 174, 175, 179, 184, 187, 188. ഇതൊക്കെയാണ് 173, 174, 175, 179, 184, 187, 188. അടുത്ത പേജില് നമ്മൾ മാർക്ക് ചെയ്തത് 192, 192, 193, 196, 198. പിന്നെ ഏതാണ് 207, 207, 210. കിട്ടിയോ? 192, 193, 196, 198, 207, 210. അടുത്തത് 212. നെക്സ്റ്റ് പേജില് 212, 214, 216, 224, 227, 234. 34 അല്ല, ശരിക്കും അത് 33 കേട്ടോ. കാര്യം 32 കഴിഞ്ഞിട്ട് 33 ഇല്ല അതിനകത്ത്. അവിടെ 33 ആക്കുക. PNT ഇല്ലേ, പാരോക്സിനൽ നോക്ടർണൽ ഡിസ്പീരിയ, അത് 233 കേട്ടോ ശരിക്കും. ഓക്കെ, അതിന് ആ പേജ് ഒന്നുകൂടെ പറയാണ്. 212, 214, 216, 224, 227, 234. ഓക്കെ, ഇന്ന് നമ്മൾ മാർക്ക് ചെയ്തത് ഏതൊക്കെയാണ്? ഇന്നത്തെ പേജില് 240, 241,
242, 245, 253, 255. കിട്ടിയോ? 240, 241, 242, 245, 253, 255. നെക്സ്റ്റ് പേജിനായിട്ട് 259 കേട്ടോ. 259, 261, 264, 267, 268, 273, 274, 275. എന്നോട് പറയാണ് 259, 261, 264, 267, 268, 273, 274, 275. നെക്സ്റ്റ് പേജിൽ മാർക്ക് ചെയ്തത് 251, 282, 283, 294, 299, 301, 303. എന്നോട് പറയാം കേട്ടോ. 281, 282, 283, 294, 299, 301, 303. ലാസ്റ്റ് ഫൈനൽ പേജിൽ നമ്മൾ മാർക്ക് ചെയ്തത് 304, പിന്നെ 315, 316, 324, 326, 327. എന്നോട് പറയാം 304, 315, 316, 324, 326, 327. ഇത്രയുമാണ് മാർക്ക് ചെയ്തത് കേട്ടോ. എല്ലാവർക്കും നമ്പർ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ആർക്കെങ്കിലും ഒക്കെ ഇനി മിസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, മോക്ക് ടെസ്റ്റിൽ എങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. പക്ഷെ മാർക്ക് ചെയ്തത് നിർബന്ധമായിട്ടും പഠിക്കണം. എന്ന് വെച്ചാൽ അത് മാത്രം പഠിച്ചുകൊണ്ട് പോകണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. സ്റ്റഡി ചെയ്യുന്നെങ്കിൽ ബാക്കിയുള്ളത് കൂടെ ഒന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, എന്തായാലും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളതൊക്കെ തന്നെ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എനിക്ക് തന്ന ചാപ്റ്റേഴ്സുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് സ്റ്റിക്കർ ഓൺ ചെയ്യണം. സ്റ്റിക്കർ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. മാം 108 ഉണ്ടോ മാം? 108 ടിക്ക് എഴുതേക്കുന്നു. 108, 97 തൊട്ട് 108 വരെയുള്ള 120 വരെയുള്ള 120, 97, 120 വരെയുള്ളത്. അത് 108 ഉണ്ടോ? 108 ഇല്ലല്ലോ. ഇല്ലേ? അല്ല, ടിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രാമ ജി ഇല്ല. ഓക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമുക്ക് നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ചെറിയൊരു റിവിഷൻ പോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ നടത്താം കേട്ടോ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് പോകാം. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു മാം.